Hey guys, welcome to Aditya's Grand Wedding with Anu. So, ഇതാണ് ആദിത്യ നമുക്കായി ബുക്ക് ചെയ്ത് വെച്ച റൂം. ഗുഡ് വൺ. വടകരയാണ്ട് ഇത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? സോ ഇവനൊക്കെ എവിടുന്ന് വരുന്ന ആദിത്യ ഗെറ്റിംഗ് റെഡി. Second, waiting for his girl, waiting for his most favorite moment of his life, and me with him waiting for another 8 days. Waiting for another 8 days, yeah, for my best day of my life, yeah. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ റെഡിയാണ് കല്യാണം കഴിക്കാൻ പോകാൻ. ടെൻഷൻ ആവുന്നുണ്ടോ കേട്ടോ? വീട്ടിലേക്കല്ലേ പോകുന്നത്, ഇനി ഹോളിലേക്ക് പോകാനായിട്ടില്ല. മുണ്ടല്ല അയ്യുന്നേടാ, അതാണ് ടെൻഷൻ. അപ്പൊ നമ്മള് ക്രിസ്റ്റൽ സൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് എല്ലാരെയും ബ്ലെസ്സിങ്സ് എടുക്കണം. എന്നിട്ട് നേരെ കല്യാണ മണ്ഡപത്തേക്ക്. നമ്മൾ നേരെ കല്യാണ മണ്ഡപത്തിൽ പോകുന്നതാണ്. പപ്പ എന്താ പറയാനല്ലേ? സന്തോഷം. നമ്മുടെ മകന്റെ വിവാഹത്തിന് പോവുകയാണ്. നല്ലൊരു കാലാവസ്ഥയാണ് നമുക്കുള്ളത്, അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷം. തീർച്ചയായിട്ടും ഇന്നലെ ഇന്നും ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, സ്വാമിനോട് പ്രാർത്ഥിച്ചു. അതൊരു ഭാഗ്യം തന്നെയാണ്. അച്ഛനും അമ്മയും ഡ്യൂട്ടി ചെയ്യുന്നല്ലേ, രണ്ട് മക്കളെയും കല്യാണം അയച്ച് ഫ്രീ ആയി. നീയല്ലേ റിയൽ പണി. ഇനി എന്റെ ഓളി നോക്കണോ? ഓളി നോക്കണോ, എന്റെ മക്കളെ നോക്കണോ പറയുന്നത് ആർക്കും ഒന്നും അറിയില്ലല്ലോ. എല്ലാം ഡിസ്കസ് ആക്കുന്നത് എന്താക്കണം. ഇറങ്ങാം. Finally, we are ready for The last event for today. for today. The event before first night. ഇതാണ് നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. My Spaniel Kannur. സ്പൈനൽ കണ്ണൂർ നല്ലതാണല്ലേ, കുഴപ്പമില്ല. ലൈറ്റ് നല്ലുണ്ട്, തെളിയുന്നുണ്ട്, എനിക്ക് ഷൈന് കണ്ടത്. ഗൈസ്, കല്യാണം എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഷുഗർ അല്ലേ? ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഇനി നീ അനുഭവിക്കും മോനെ. എന്താണ് പറയാനുള്ളത്? ആങ്കറൊക്കെ റെഡിയാണ്. ഇതാ അഞ്ജുദയോടെ ഉണ്ട്, വിനയ ദാ ആങ്കർ ഇതാ സെറ്റ് ആയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന്. എടി പൊട്ടത്തി പറഞ്ഞോ, നിങ്ങൾക്ക് ബുദ്ധിയില്ല ഗൈസ്. സൂപ്പർ എക്സൈറ്റഡ് ഫോർ കേക്ക് കട്ടിംഗ്. എന്താ ലച്ചു പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. അവരുടെ ലൈഫിൽ അവർ തുടങ്ങാൻ പോവുകയാണ്. Congratulations Adi and congratulations Anusha and welcome to the family. So നമ്മൾ കേക്ക് ആദിയുടെ മദർ എന്താണ് മകൻ്റെ കൂടി പറയാനുള്ളത്? അവൻ നന്നായിട്ട് ജീവിക്കട്ടെ. പ്രസംഗമല്ല, എന്തെങ്കിലും ഒരു നിങ്ങളെ ലൈഫിൽ നിന്ന് ഉണ്ടായ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. അഡ്വൈസ് അതല്ലേ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ.
നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ്? ഇല്ല, ഞാനിപ്പോ ആദ്യമായിട്ട് കാണുന്നല്ലേ. അതിനോട് എന്താ പറയാനുള്ളത്? അതിനോട് എന്ത് പറയാനാ? നിങ്ങൾക്കോ പറയാൻ ആദ്യം നമ്മൾ ദിവസം കാണുന്നുണ്ട്. നല്ല അഭിപ്രായം. എന്താ പറയണ്ടേ? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം പറ്റി വേറെ ഒന്നും പറയാനില്ല. നിങ്ങളെ ലൈഫിലത്തെ കുറച്ച് ഇൻസിഡൻസ് പറയൂ. വേണ്ട ഇവരുടെ ലൈഫല്ലേ, ഞങ്ങളുടെ ഇൻസിഡൻസ് വേണ്ട. 0 ഈഗോ, അത്രയേ ഉള്ളൂ. ലൈഫ് സെറ്റിൽഡ്. ഹലോ, ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ട്. നമ്മുടെ ഫാമിലിയില് 2 പേരുടെ ബർത്ത്ഡേ, ഒന്ന് 19th-നായിരുന്നു, ഒന്ന് ഇന്നാണ്. So, ഒന്നും അറിയില്ല. നമ്മൾ actually ഒരു surprise ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവരുടെ birthday ഇന്നാണ്. സർപ്രൈസ് ആയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വേഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് പൊക്കണം. അപ്പോൾ എങ്ങനെ പൊക്കുമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഇതാ അമേഷ് ചേട്ടൻ ഇതെടുക്കുന്ന രീതിയിൽ പോയി കേക്ക് തിന്നാനുള്ള പരിപാടിയാണ്. കിച്ചു ബ്രോ അതിൻ്റെ ഇടയ്ക്ക് തിന്നുന്ന ചാക്കി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇവളെ തനി സ്വഭാവം ഇപ്പൊ പുറത്ത് വരുന്നുണ്ടോന്ന് ഒരു ഡൗട്ട്. ഗൈസ് കലിപ്പന്റെ കാന്താരിയാണ്. ഇത്ര കാലം ഇവള് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായി. ഇപ്പോ എനിക്കാണാം നനിക്കൊടം. നീ വന്ന് വയലൻസ് ആവുന്നുണ്ട്. വയലൻസ് ആവുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി, നല്ല ഗംഭീര ഫുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? പരിപാടി സപ്പോർട്ടിലുണ്ട്. പരിപാടി ഉഷാറായി. ചേച്ചി ഒന്ന് സ്വൈര്യം തരുമോ, ഒന്ന് തിന്നോട്ടെ. മൈൻഡ് വോയിസ്.